പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും, ഞാനും നിന്നെ സഹായിക്കും, ഞാനും നിന്നെ പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുടെ വാഗ്ദത്തങ്ങൾ നിറഞ്ഞ ഒരു പ്രഭാതം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ അപ്പോസ്തലനിൽ കൂടെ ആസിയയിലെ 7 സഭകൾക്ക് കൊടുത്ത സന്ദേശങ്ങളുടെ ഒരു നിരയാണ് വെളിപ്പാട് പുസ്തകം ആദ്യ ശകലത്തിൽ നാം കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഫിലദൽഫിയ സഭയ്ക്ക് കൊടുത്തത്. അവിടെ ഒരു സന്ദേശം മാത്രമേ അല്ല, ചില പ്രവചനങ്ങളും അവരോട് നടത്തുകയാണ്. ഭൂതലത്തിലെങ്ങും വരുവാനുള്ള ഒരു പരീക്ഷാകാലത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ്, മറ്റാർക്കും കൊടുക്കാത്തതായ ഒരു സന്ദേശം, ഒരു ദൂത്. ഇതാ ലോകത്തിൽ ഒരു വലിയ പരീക്ഷാകാലം വരുവാൻ പോകുന്നു. ആ പരീക്ഷാകാലത്ത് മനുഷ്യൻ എങ്ങനെ നിലനിൽക്കും, എങ്ങനെ കാക്കപ്പെടും എന്നറിയാതെ മനുഷ്യൻ നെട്ടോട്ടമോടുവാനുള്ളതായ ഒരു കാലമെടുത്ത് വരുന്നു. അനേകരുടെ നിലവിളി ഉയരുവാൻ പോകുന്നു. അനേകം മരണവീടുകൾ കാണപ്പെടുവാൻ പോകുന്നു. ലോകത്തെങ്ങും സമാധാനം നഷ്ടപ്പെട്ടവരായി മനുഷ്യൻ നട്ടം തിരിയുന്നതായ ഒരു കാലഘട്ടത്തിലേക്ക് വരുവാൻ പോകുന്നു എന്നുള്ളതായ ഒരു വലിയ പ്രവചനം ഫിലദൽഫിയ സഭയിലെ ദൂതൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം ആ ദൂതനോട് പറയുകയാണ്, ഈ പരീക്ഷാഘട്ടത്തിൽ നിനക്ക് ഭാരപ്പെടേണ്ടതായിട്ടില്ല, കാരണം ഞാൻ നിന്നെ കാക്കും, പരിപാലിക്കും, സഹായിക്കും. അതെന്താണ് ഈ നിന്നെ സഹായിക്കുമെന്ന് പ്രത്യേകമായി ഫിലദൽഫിയ സഭയോട് പറയാൻ ഒരു കാര്യം? അതിനൊരു കാരണമുണ്ട്. അവരോടൊരു താങ്ക്സ് ഗിവിങ്ങോടാണ് കർത്താവ് ചെയ്യുന്നത്. എന്താണെന്നറിയാമോ? സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നിങ്ങൾ കാത്തു, പരിപാലിച്ചു. അത് നഷ്ടപ്പെട്ടു പോകാമായിരുന്നു, അസ്തമിച്ചു പോകേണ്ടതായിരുന്നു, ഭൂമിയിൽ അതിന് വലിയ പ്രാബല്യം ഇല്ലാതെ വരുമായിരുന്നു. പക്ഷെങ്കിൽ അനേകം ഫിലദൽഫിയ സഭകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതിനാൽ പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ചുള്ളതായ വചനം ഇന്നും ഭക്തന്മാരുടെ ഇടയിൽ നിലനിൽക്കുവാൻ അതൊരു കാരണമായി തീർന്നു. അപ്പോൾ നമ്മുടെ മുൻപിൽ ഒരു ചോദ്യം, എന്താണ് ഈ സഹിഷ്ണുതയെക്കുറിച്ചുള്ളതായ വചനം? അനേകം വചനങ്ങൾ സഹിഷ്ണുതയെക്കുറിച്ച് കർത്താവ് നമ്മുടെ മുൻപിൽ ഉച്ചരിച്ചിട്ടുണ്ട്. എങ്കിലും കർത്താവ് കടന്നുപോയ പരീക്ഷ 3 വിധത്തിലുള്ളതായ പരീക്ഷയായിരുന്നു. ഒന്ന്, വിശപ്പ്, പട്ടിണിയുടെ പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകുകയുള്ളൂ. നമ്മളൊരു 50 ദിവസം ഉപവാസം എടുത്താൽ അത് പട്ടിണിയല്ല, അതൊരു വിശപ്പല്ല. എന്നാൽ ആഹാരമില്ലാഞ്ഞിട്ട് ഒരു ദിവസം നാം ഇരിക്കുമ്പോൾ പട്ടിണിയുടെയും വിശപ്പിൻ്റെയും കനം എത്രമാത്രമെന്ന് ഒറ്റ ദിവസം 24 മണിക്കൂറിനകം നമ്മെ ആ വിശപ്പ് ധരിപ്പിക്കും. 3 ദിവസമാകുമ്പോഴേക്കും നമ്മൾ തളരും. വിശപ്പ്, നമ്മുടെ അസ്ഥികൾക്ക് ക്ഷയമുണ്ടാകും, മാംസപേശികൾ ബലഹീനമായി പോകും, നമ്മുടെ മനസ്സ് പതറും. ഏത് രീതിയിലും ആരെയും ചതിച്ചാണെങ്കിലും മോഷ്ടിച്ചാണെങ്കിലും ജീവൻ നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ കുതിക്കും. ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു ഭയം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. എന്തിനു പറയുന്നു? വേദപുസ്തകം നമ്മൾ നന്നായി പഠിക്കുമ്പോൾ പട്ടിണി മൂലം സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുങ്ങിത്തിന്ന 2 അമ്മമാരെക്കുറിച്ച് പോലും നമുക്ക് വായിക്കാൻ കഴിയും. അത്രയ്ക്ക് കഠിനമാണ് ഈ പട്ടിണിക്ക്, അത്രയ്ക്ക് കഠിനമായ ശക്തി പട്ടിണിയുടെ പിൻപിലുണ്ട്. 40 ദിവസം പട്ടിണി അനുഭവിച്ചതായ യേശുവിനോട് വന്ന് പിശാചി പറയുകയാണ്, ഈ കല്ലിനോട് അപ്പമാകുവാൻ നീ പറയൂ, അത് ഉടനെ അപ്പമാകും. കർത്താവ് പറഞ്ഞതായ സഹിഷ്ണുതയെക്കുറിച്ചുള്ളതായ വചനത്തിൻ്റെ ആരംഭം അവിടെ തുടങ്ങുകയാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നോക്കൂ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതായ എല്ലാ വചനങ്ങൾ കൊണ്ടും മനുഷ്യന് ജീവിക്കാൻ കഴിയും. അതൊരു വലിയ വെളിപ്പാട്, അതൊരു വലിയ കണ്ടുപിടുത്തം.
അതിനുശേഷം പിശാച് കർത്താവിനെ പരീക്ഷിച്ചത് ദ്രവ്യാഗ്രഹം. ഈ ലോകത്തിലെ മഹത്വത്തെ മുഴുവനും കർത്താവിനെ കാണിച്ചു. കർത്താവ് അത് കണ്ട് വളരെ ദുഃഖിച്ചു. ഈ പിശാച് പറയുകയാണ്, ഇതെല്ലാം എൻ്റേതാണ്, ഞാൻ നിനക്ക് തരാം. പക്ഷെങ്കിൽ ആരാധനയുടെ മുൻപിൽ ഉള്ളതായ പരീക്ഷ, കർത്താവ് അവിടെ പരീക്ഷയുടെ വചനം എങ്ങനെ ഉച്ചരിച്ചു എന്ന് നമുക്കറിയാം. നിൻ്റെ ദൈവമായ യഹോവയെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത്, നമസ്കരിക്കരുത്, പൂജിക്കരുത് എന്ന് ദൈവവചനം എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. മൂന്നാമത്തെ പരീക്ഷ അത്ഭുതങ്ങളിന്മേലുള്ളതായ പരീക്ഷയാണ്. ഒരു വലിയ മലയിൽ, ഉയർന്ന പർവ്വതത്തിൽ കർത്താവിനെ കൊണ്ട് നിർത്തിയിട്ട് പിശാച് കർത്താവിനോട് പറയുകയാണ്, ഈ മലയിൽ നിന്ന് ചാടുക, അവൻ തൻ്റെ ദൂതന്മാരെ കൊണ്ട് നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം സൂക്ഷിക്കും. അത്ഭുതങ്ങളിന്മേലുള്ളതായ പരീക്ഷ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അത്ഭുതം കാണുവാൻ, അത്ഭുതം കണ്ടില്ലെങ്കിൽ തകർന്നു പോകുന്ന ഒരു മനോഭാവം. വിശ്വാസമുണ്ട്, ആരാധനയുണ്ട്, പ്രത്യാശയുണ്ട്, ദൈവഭയമുണ്ട്, കാര്യങ്ങളെല്ലാം ശരിയാണ്. നല്ല വിശ്വാസിയാണ്, ഉറച്ച വിശ്വാസിയാണ്, ഉറച്ച ക്രിസ്ത്യാനിയാണ്, കർത്താവിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ആഗ്രഹം അത്ഭുതം കാണണം, അത്ഭുതം കാണണം. റണ്ണിങ് ടുവേഡ്സ് ദ മിറാക്കിൾസ്. അത്ഭുതമില്ല എങ്കിൽ വിശ്വാസം തകർന്നു പോകും. ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മൾ നിരാശപ്പെട്ടു പോകും. എന്താണ് കർത്താവ് അത്ഭുതം ചെയ്യാത്തതെന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതത്തിൽ അധൈര്യങ്ങൾ ഉണ്ടാകും, അവിശ്വാസങ്ങൾ വന്നുകൂടും. നമ്മുടെ ദൈവം ജീവനോടുണ്ടോ? കർത്താവ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ ജയിച്ചതായ വചനം, നിൻ്റെ ദൈവമായ യഹോവയെ നിൻ്റെ ആവശ്യത്തിന് വേണ്ടി പരീക്ഷിക്കരുത്, നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പരീക്ഷിക്കരുത്. ദൈവത്തിന് ബലമുണ്ടോ, ദൈവത്തിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളതായ പരീക്ഷണം നിൻ്റെ ആവശ്യങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടി നീ ചെയ്യരുത്, നടത്തരുത്. പ്രൈസ് ദി ലോർഡ്. ഈ മൂന്ന് കാര്യങ്ങളിന്മേലുള്ളതായ ഒരു വിജയം, ഒരു വചന ദൃഢത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സമ്പൂർണമായ ജീവിതത്തിൻ്റെ ഏത് തുറകളിലും നമുക്ക് നിലനിൽക്കുവാൻ കഴിയും, വിശ്വാസത്തിന് നിലനിൽക്കുവാൻ കഴിയും. പട്ടിണിയോ പ്രയാസമോ പരിഹാസമോ നിന്ദയോ ആപത്തോ വാളോ എല്ലാം എവിടെ വന്നിരുന്നാലും, എങ്ങനെ വന്നിരുന്നാലും ശരി, അതിന് മുൻപിൽ നമുക്ക് ജീവിക്കുവാനും പിടിച്ചു നിൽക്കുവാനുമുള്ളതായ ഒരു വചനം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും മനുഷ്യന് ജീവിക്കാൻ കഴിയും. ആ ഒരു വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ ഭവനത്തിൽ സ്ഥാപിതമായാൽ ആകുല ചിന്തകളെല്ലാം മാറും. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്ത് വരും, എന്ത് തിന്നും, എന്ത് കുടിക്കുമെന്നുള്ളതായ സകല ആകുലതകളും അങ്ങ് മാറും. അവിടെ ഒരു ജയം വരും, അവിടെ ഒരു പ്രത്യാശ കടന്നു വരും. അതിനുശേഷം ഈ ലോകത്തിലുള്ളതായ സകല സമ്പത്തുകളും നിൻ്റെ മുൻപിൽ വന്നുകൂടിയിരുന്നാലും ശരി, അതിനേക്കാളും ഉന്നതമായ ഒരു ആരാധനയിൽ കൂടെയുള്ളതായ നിൻ്റെ ദൈവമായ യഹോവയാണ് ഇതിൻ്റെ എല്ലാം ഉടയവൻ. അവന് പ്രസാദമുള്ളവർക്ക് അവൻ അതൊക്കെയും കൊടുക്കും. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ലഭിച്ചത് നിനക്ക് മതി. നിനക്ക് ലഭിച്ച ദ്രവ്യങ്ങളോ, നിനക്ക് ലഭിച്ചതായ സമ്പത്തുകളോ, നിനക്ക് ലഭിച്ചതായ സൗകര്യങ്ങളോ, ദൈവം നിനക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തന്നിട്ടുണ്ട്, എനിക്കത് മതി, ഇനിയും ആവശ്യമെങ്കിൽ കർത്താവ് എനിക്ക് തരുമെന്നുള്ളതായ ഒരു വിശ്വാസം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ അത് സഹിഷ്ണുതയെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ വചനം കാക്കലാണ്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം നിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ, ഒരു പർവ്വതത്തിൽ നിന്ന് ചാടിയെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ. പക്ഷെങ്കിൽ പെട്ടെന്ന് നിൻ്റെ ജീവിതത്തിൽ ഒരു ആശ വരികയാണ്, ഞാൻ ചാടിയാലും കർത്താവിൻ്റെ കാലുകളെ കല്ലിൽ തട്ടാതെ വണ്ണം സൂക്ഷിപ്പാൻ തൻ്റെ ദൂതന്മാരെ അയക്കും, സൂക്ഷിക്കുമെന്നുള്ളതായ അത്ഭുതങ്ങളിന്മേലുള്ള ഒരു പ്രത്യാശ. ചിലപ്പോൾ ചാടിയാൽ നിൻ്റെ കാൽ ഒടിഞ്ഞേക്കും, ചിലപ്പോൾ ചാടിയാൽ വലിയ ആപത്തുകളൊക്കെ സംഭവിച്ചേക്കും. അതുകൊണ്ട് നീ ചാടുന്നിടത്തൊക്കെയും ദൈവം നിൻ്റെ ദൂതന്മാരെ കൊണ്ട് വരണമെന്നുള്ള അത്ഭുത പ്രവൃത്തികളല്ല നിൻ്റെ ജീവിതത്തിൽ വരേണ്ടത്. കർത്താവ് പറയുന്ന നിൻ്റെ ദൈവമായ യഹോവയെ നീ പരീക്ഷിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ശദ്രക്, മേശക്, അബേദ്നെഗോ നെബൂഖദ്നേസർ രാജാവിനോട് പറയുന്നതായ ഒരു വാക്ക്, ഈ സിംഹത്തിൻ്റെ കവിഴിൽ നിന്നും ഈ തീയിൽ നിന്നുമൊക്കെ ഞങ്ങളെ രക്ഷിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിവുണ്ട്. ദാനിയേലും കൂടെ ചേർന്ന് പറയാണ്, അവൻ ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും,
പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഒരു പക്ഷെങ്കിൽ സിംഹം അവരെ വിഴുങ്ങിയെന്ന് വന്നേക്കാം, തീജ്വാല അവരെ വിഴുങ്ങിക്കളഞ്ഞെന്ന് വന്നേക്കാം. അതുകൊണ്ട് ഞങ്ങളുടെ ദൈവം തോറ്റുപോകുന്നില്ല എന്നുള്ളതായ ഒരു ദൃഢനിശ്ചയം. പരീക്ഷാകാലത്ത് എൻ്റെ വചനം നീ കാത്തതിനാൽ നിനക്ക് നേരിടുവാനുള്ളതായ ഭൂതലത്തിലെങ്ങും മനുഷ്യരുടെ മേൽ വരുവാനുള്ളതായ പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ 3 പരീക്ഷകളുടെ ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ നാം ദൃഢമാക്കി അടിസ്ഥാനമാക്കി നീങ്ങുന്നുവെങ്കിൽ അവൻ്റെ സന്തതി ഭൂമിയിൽ അപ്പം ഇരക്കുന്നത് നിനക്ക് കാണുവാൻ കഴിയുകയില്ല. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നീതിമാൻ്റെ സന്തതി അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവന് വിശപ്പില്ലാഞ്ഞിട്ടല്ല, ഒരു പക്ഷെങ്കിൽ അവന് വിശക്കുന്നുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ അവൻ്റെ തലമുറയ്ക്കൊരു വിശ്വാസമുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വരുന്നതായ വചനം കൊണ്ടും അവന് ജീവിക്കാൻ കഴിയുമെന്നുള്ളതായ ഒരു കണ്ടെത്തൽ അവൻ്റെ പിതാക്കന്മാർ അവന് ഉപദേശിച്ചു കൊടുത്ത, അവൻ്റെ ഭവനത്തിൽ സാധ്യമാക്കിയ വചനം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ചുള്ളതായ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം. പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്നത്, പരീക്ഷിക്കപ്പെടുന്നത്, കണ്ണുനീരൊഴുക്കുന്നത്, നിലവിളിക്കുന്നത്, അവലാതിപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനത്തെ പരീക്ഷാ സമയത്ത് നമ്മൾ കാക്കപ്പെടാത്തതിനാലാണ്. ആ പരീക്ഷാ സമയത്ത് കർത്താവിൻ്റെ വചനത്തെ കാത്തു സൂക്ഷിക്കുന്നവരെ പരിപാലിക്കുവാൻ കർത്താവ് പറയുകയാണ്, ഞാനും നിന്നെ കാക്കും, ഞാനും നിന്നെ സഹായിക്കും. ദൈവത്തിൻ്റെ കാവലും സൂക്ഷിപ്പും ഈ പ്രഭാതത്തിൽ ലഭിച്ചവരായി, പ്രത്യാശയുള്ള ജനമായി, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളായി ഒരു ഫിലദെൽഫിയ സഭയെപ്പോലെ ആയിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.